പെയ്യുന്ന പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജുറാസിക് കോസ്റ്റിലെ ഷാർമൗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇപ്പോൾ ആക്ച്വലി പറയാച്ചാൽ ഒരു മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. മഴ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് തോർന്നുണ്ട്, പക്ഷെ ആകപ്പാടെ ക്ലൗഡിയൊക്കെ ആയിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ഈ ഷാർമൗത്തിൽ പോകണത് എന്താണെന്ന് വെച്ചാൽ അതാണ് ഫോസിൽസ് ഒക്കെ കാണാനുള്ള ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഈ ജുറാസിക് കോസ്റ്റിൽ. അവിടെ ഒരു ഹെറിറ്റേജ് സെൻറ്റർ ഉണ്ട്. അവിടെ പോയാൽ നമുക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടും. ഗൈഡഡ് വാക്സും ടൂർസും ഒക്കെ ഉണ്ട്. അതൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് വരണം കേട്ടോ. നമ്മുടെ പ്ലാൻ അങ്ങനെ അത്ര ഫിക്സ്ഡ് അല്ലാത്തതുകൊണ്ട് ബുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അവിടെ പോയി നമുക്ക് തന്നെ ബീച്ചിലൊക്കെ ഇറങ്ങി ഫോസിൽ ഹണ്ടിങ് ചെയ്യാമെന്നാണ് കേട്ടത്. അപ്പോൾ കാലാവസ്ഥ അനുകൂലമാണെന്ന് വെച്ചാൽ ഞങ്ങളത് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്ന് മനസ്സിലാക്കി വീഡിയോയിൽ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളിങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വല്ല ഇൻഫർമേഷനൊക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ. പിന്നെ പറയാനുള്ള വേറെ കാര്യം എന്താ വെച്ചാൽ ജുറാസിക് കോസ്റ്റ് എന്ന് പറഞ്ഞ നീണ്ട ഒരു പറയേ 100 മൈൽ 90 മൈലാണ്. അതെ, അത് കവർ ചെയ്യണമെങ്കിൽ കുറെ സ്പോട്ട്സ് ഉണ്ട്, കുറെ നല്ല സ്ഥലങ്ങളുണ്ട്. ഏകദേശം ഒരു 3 to 4 days ആണ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പം ഞങ്ങളിപ്പോൾ 1.5-2 ദിവസത്തിൻ്റെ അകത്ത് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഐഡിയൽ പ്ലാനിങ് എനിക്കോട് 3 days to 4 days ആണ് ബെസ്റ്റ്. അപ്പോൾ അതും വെച്ചിട്ട് ഇവിടെ വരണം. എന്നാൽ നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളും കറക്റ്റായിട്ട് ഫുൾ എൻജോയ് ചെയ്യാം. കുറേ വാക്സ് ഉണ്ട്, ട്രക്സ് ഉണ്ട്, ട്രെയിൽസ് ഉണ്ട്, ബീച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, പിന്നെ കുറേ ഹെറിറ്റേജും നാച്ചുറൽ ആയിട്ടുള്ള കുറേ പാർക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കവർ ചെയ്യണമെങ്കിൽ 4 ദിവസം എന്തായാലും പ്ലാൻ ചെയ്ത് വരണം. അപ്പോൾ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്. ഏത് സ്ഥലത്ത് നോക്കിയാലും നമുക്ക് നിർത്തി ഫോട്ടോ എടുക്കാനും അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇവിടെ മുഴുവൻ. അപ്പോൾ അതൊക്കെ കണക്കാക്കി വന്നാൽ നല്ലോണം എൻജോയ് ചെയ്യാം. അല്ലെങ്കിൽ ഈവൻ ഒരു വെറും ഡ്രൈവ് തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ല റിലാക്സിങ്ങും ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അവിടെ എന്താ ഉള്ളതെന്നുള്ളത്. ഹായ്, അപ്പം നമ്മൾ ഷാർമൗത്ത് എത്തിയിട്ടുണ്ട്. പിന്നിൽ ഹെറിറ്റേജ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ വെതറ് നല്ല സണ്ണി ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു നല്ല പ്ലസ് പോയിന്റ്. വാക്കിംഗ് ടൂറൊക്കെ സോൾഡ് ഔട്ടാണ്, അപ്പോൾ അത് നടക്കില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അകത്ത് പോയിട്ട് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിലേക്കും നമ്മളുടെ വകയുള്ള ഇവിടുത്തെ ട്രെയിലും ട്രക്കൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ സൂര്യൻ പോകണമെന്നുമ്പോൾ നമുക്കത് കഴിക്കാൻ വേഗം. അതെ, അപ്പോൾ ബാക്കി കാഴ്ചകൾ കാണാം. വരൂ. അങ്ങനെ നമ്മൾ ഹെറിറ്റേജ് സെൻറ്ററിൻ്റെ അകത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കാട്ടോ. ആൾക്കാരൊക്കെ ഇങ്ങനെ പല ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആണ്. ചുറ്റുമുള്ള ചുമരിൽ കുറേ എക്സിബിഷൻസൊക്കെ ഉണ്ട്. ചിലതൊക്കെ പ്രൈവറ്റ് കളക്ഷൻസ് ആയ കാരണം അതിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആക്ഷൻ ബറോസ് സീ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ഫോസിലൈസ്ഡ് സ്പെസിമെൻ ആണിത്. ഓൾമോസ്റ്റ് എല്ലാ പാർട്ടും അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. എത്ര 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സാധനമാണ്. ഭൂമി അടയ്ക്കുവാണ്. $200 മില്യൺ കൊല്ലം മുമ്പ്
സൗണ്ടാണ്. എന്താ തൊട്ട് കഴിഞ്ഞാൽ എന്തൊരു പെട്ടെന്ന് കണ്ട ഒരു മെറ്റൽ പോലെയൊക്കെ തോന്നുക. ഏതോ ഒരു ജീവിയുടെ കുട്ടികളെ എൻഗേജ് ചെയ്ത് നിർത്താൻ ഫോസിൽ ഹണ്ടിങ് ആക്ടിവിറ്റി മണൽ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ കുട്ടികൾ കണ്ടുപിടിക്കും. എന്തായാലും എല്ലാവരും ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടി ആക്ടിവിറ്റീസും ഷോസും ഒക്കെ അവർ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. എല്ലാമൊന്നും നമുക്ക് കാണാനുള്ള സമയമില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം ബീച്ചിലേക്ക് പോയി നോക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് ഫോസിൽസ് ആൾക്കാർ തരേണ. മുമ്പ് പറഞ്ഞ പോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹോബി ഈ ബീച്ചിലെ ഫോസിൽ ഹണ്ടിങ് ആണ്. നിങ്ങൾക്ക് പിന്നിൽ കാണാം, ഇങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു. ഹാമറും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കുട്ടികളാണ് കുറേ, പക്ഷെ കുറച്ച് സീരിയസ് ആൾക്കാരും ഉണ്ട്. ഞാൻ ഒരു അപ്പൂപ്പൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങേര് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെയാണ്. എൻ്റെ കളക്ഷനിൽ വേണം, ഞാൻ ചോദിച്ചപ്പോൾ അതാണ് പറഞ്ഞത്, എൻ്റെ കളക്ഷൻ ഞാൻ എടുക്കുന്നുണ്ട്, അപ്പോൾ ആ കളക്ഷന് വേണ്ടി അത് വെക്കാം. പുള്ളിക്കൊരു ഫിഷ് ബോൺ പോലെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത് അതൊരു ഫോസിലാണ്. പക്ഷേ ഇൻട്രസ്റ്റിങ്. ആൾക്കാർ നല്ല ഒരു ഇതിലാണ്, നമുക്കത് വിചാരിക്കാൻ പറ്റില്ല. അതാ ഇവിടെയൊക്കെ കാണാം നിറച്ച് കുട്ടികളെ ആൾക്കാരും സീരിയസ് ആയിട്ട്. ഇവിടെ തന്നെയാണ് ഈ പറഞ്ഞ കുറേ ഫോസിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട ഒരു സ്ലേറ്റ് പോലെയാണ്, മണ്ണ് ഇങ്ങനെ ഇതായിട്ട് സ്ലേറ്റായ പോലെയാണ്. അപ്പോൾ ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മരങ്ങളും പല ടൈപ്പ് ഫിഷ്, റെപ്റ്റൈൽസ് ഒക്കെ ഇവിടെ നിന്നാണ് കിട്ടിയതെന്നാണ് പറയുന്നത്. ബീച്ചിൽ കൂടെ ഇങ്ങനെ ഫോസിൽ ഹണ്ടിങ് എന്നുള്ള പേരും പറഞ്ഞ് നടക്കുകയാണ്. അത് എക്സ്പെർട്ട് ഹെൽപ്പൊന്നും ഇല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. നിറച്ച് കല്ലുകളും എല്ലാം കണ്ടാൽ ഫോസിലാണ് തോന്നുന്നു. ലോ ടൈഡിലാണ് അത്രേ കണ്ടുപിടിക്കാൻ എളുപ്പം. അതിപ്പോൾ ഇന്ന് ഒരു 4 മണി to 7 മണിയൊക്കെയാണ് അവർ പറയണത്, വൈകുന്നേരം. നല്ല ശക്തിയുണ്ട് തിരകൾക്ക്. ഞാനേ മുകളിലേക്ക് കയറണം. ഞാനിങ്ങനെ തപ്പിയപ്പോൾ കുറേ കല്ലുകൾ കിട്ടി. ഫോസിൽസാണ് തോന്നി ചിലത് കണ്ടപ്പോൾ. 1-2 കണ്ടാൽ ശരിക്കും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി അതവിടെ കാണിച്ചിട്ട് ചോദിക്കണം ഫോസിലാണോ എന്നുള്ള കാര്യം. പിന്നെ സാധാരണ ഒരു ബീച്ചിൽ കാണുന്ന പോലെയുള്ള ആക്ടിവിറ്റീസ് മുഴുവൻ ഇവിടെ ഉണ്ട്. കുട്ടികൾ സാൻഡ് കാസൽസും മണലുകൊണ്ട് പല കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കൊട്ട ഉണ്ട് അവരുടെ കയ്യിൽ. എനിക്കുണ്ട് ഫിഷിനെ പിടിക്കാൻ. പിന്നെ ആൾക്കാർ ടെൻറ്റായിട്ട് വന്നിട്ടുണ്ട്, ചെയറായിട്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ അവിടെ സുഖമായിട്ട് ഇരുന്ന് ഇങ്ങനെ പിന്നിൽ കിടന്നുറങ്ങണു. ഒരു കഫേ ഉണ്ട്, അവിടുന്ന് ചായയും കാപ്പിയും കഴിക്കാനുള്ള പലഹാരമൊക്കെ ആയിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ചില ആൾക്കാർ വെറുതെ മെഡിറ്റേറ്റ് ചെയ്യുന്ന പോലെ ഇരുന്ന് എന്തൊക്കെയോ ചിന്തിക്കുന്നു. പിന്നെ ഓഫ് കോഴ്സ് മുമ്പ് കാണിച്ച പോലെ ഫോസിൽ ഹണ്ടിങ് അത് മേജർ ഹോബിയാണ് ഇവിടെ. ഷാർമൗത്തിലെ ജുറാസിക് കുന്നുകളോട് തൽക്കാലം വിട പറയുകയാണ്. പോകേണ്ട നേരമായി. അപ്പോൾ ഇനി അടുത്ത ഒരു സ്പോട്ടിൽ വെച്ചിട്ട് വീണ്ടും കാണാം. ലൈം റേജസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയോണ്ടിരിക്കുകയാണ്. അതാ കടൽ കാണാനുണ്ട്. കടലും ആകാശമൊന്നും മനസ്സിലാവില്ല പെട്ടെന്ന് കണ്ട. നമ്മൾ കടലിൻ്റെ അടിയിലാ തോന്നും.
അടിയിലല്ല, താഴെ തോന്നും. ഇതൊരു ബീച്ച് സൈഡ് റിസോർട്ടാണത്, പോപ്പുലർ ബീച്ച് സൈഡ് റിസോർട്ടാണ്. അപ്പോൾ ഭയങ്കര ട്രാഫിക്കാണ് അതിൽ കാണിക്കണത്. കുഞ്ഞൊരു വഴി. അടിപൊളി. ഈ ഓട്ടോടെ വാങ്ങിക്കോളൂ, കടല് കാണാം. കാറ് പാർക്ക് ചെയ്യാൻ നമുക്കിട്ട സ്ഥലം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ അടുത്ത് വേറൊരു സ്ഥലത്ത് ഉണ്ടോ നോക്കട്ടെ, ഇല്ലെങ്കിൽ എന്താ ചെയ്യാറില്ല. നല്ലൊരു സ്ഥലമാണ് കാണാൻ. അടിപൊളി സ്ഥലം. ഇന്ത്യയിലെ ഓരോ ഗലികള്, ചെറിയ ചെറിയ റോഡ്സും ഉണ്ട്. ജുറാസിക് കോസ്റ്റ്. ഞങ്ങള് ലൈം റീജസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പം നിൽക്കണത്. ആക്ച്വലി ചെറിയൊരു ടൗണാണ് കേട്ടോ. അപ്പോൾ പാർക്കിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇറങ്ങാതെ തിരിച്ചു പോവാൻ നോക്കുമായിരുന്നു, കാരണം പാർക്കിംഗ് കിട്ടാനായിട്ട്. പിന്നെ ഒരു സ്ഥലത്ത് കുറച്ച് ദൂരം ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ കിട്ടി. അപ്പോൾ ഞാൻ ഇറങ്ങി കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വരികയാണെന്ന് വെച്ചാൽ ബെസ്റ്റ് തിങ്, കുറേ കൂടി അപ്പുറത്തെ പാർക്ക് ആൻഡ് റൈഡ് ഉണ്ട് ഓപ്ഷൻ. അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ബസ്സിൽ വരിക. അതാണ് ഒരു ടിപ്പ് ഇപ്പം ഇന്നത്തെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്. പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ ജുറാസിക് കോസ്റ്റിന്റെ ഒരുവിധം നിങ്ങൾക്ക് കുറേ ദൂരം ഒരു കോസ്റ്റ് ലൈൻ കാണാം. നമ്മളിതാ ഷാർമൗത്ത്, നമ്മൾ അവിടെയാണ് കുറച്ച് മുമ്പ് പോയത്. ആ ഒരു ബീച്ച് കാണുന്നില്ലേ, നമ്മൾ അവിടെയാണ് നമ്മൾ 2-3 മണിക്കൂർ ഇന്ന് രാവിലെ സ്പെൻഡ് ചെയ്തത്. പിന്നെ അവിടെ പോർട്ട്ലാൻഡ്, അത് ഫുൾ നല്ലൊരു വ്യൂ ആണ്. ഈ ഒരു ബേ പോലെയാണ്, ബേ അല്ലെങ്കിലും അടിപൊളി, നല്ല രസമുണ്ട് അവിടെ നിൽക്കാൻ. ഇറങ്ങിയത് എന്തായാലും നന്നായി, വേർതായി. ഇപ്പൊ ഞങ്ങൾ കുറച്ച് താഴത്തേക്ക് പോകാൻ പറ്റുമോ നോക്കുന്നുണ്ട്, പോയിട്ട് അവിടെ നിന്ന് കാണാം. വാവ്, അടിപൊളി. ക്ലീൻ വാട്ടറാ. കുറെ സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെ ഇറങ്ങാനൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചവര്. 114 സ്റ്റെപ്പ് ഉണ്ട്. പക്ഷേ ഇത് നല്ല ബോധമാണ് കേട്ടോ. കടലിങ്ങനെ കാണാൻ എന്താ രസം, നല്ല ഭംഗിയുണ്ട്. വഴി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ ഇൻഫർമേഷൻ നല്ല രസമുള്ള വാക്കാട്ടോ അത്. പിന്നില് കടല്, ദൂരെ ദൂരെ ഷാർമൗത്തും ഒക്കെ കാണാം. സുഖമായിട്ട് നടക്കാം. പിന്നെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. കോണി ഇറങ്ങി ഇൻഫാക്ട് വെള്ളത്തിൻ്റെ അടുത്തേക്ക് വരെ പോവാം. അതിനുള്ള ഓപ്ഷനും കണ്ടു. ആകപ്പാടെ ഒരു രസം, ഒരു ഡിഫറെൻറ്റ് വേ ടു സീ ദ സീ. ഇവിടെ കാണാനാണ് തോന്നുന്നുണ്ട് മെയിൻ ബീച്ച്. നല്ല തിരക്കുണ്ട്. ഇവിടെയും ആൾക്കാർ ഇരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ട്. പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. പിന്നെ ലൈം റെജിസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു കോസ്റ്റൽ ടൗൺ ആണ്, ഒരു സീസൈഡ് റിസോർട്ട്സ് ആണ്, ഭയങ്കര പോപ്പുലറാണ്.
ഇവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ. ഇവിടെയാണ് മാരി ആനിങ് എന്ന് പറഞ്ഞ ഒരാൾ, ഒരു ലേഡിയാണ്, ഏർലി 1800s. അവരാണ് ഈ പാലിയോntology ഫോസിൽസിന്റെ സ്റ്റഡി. അവരാണ് ഒരു ചെറിയ കുട്ടിയാവുമ്പോൾ ഈ ഫോസിൽസ് ഈ ഏരിയയിൽ കുറേ ഉണ്ടായിരുന്നു, കണ്ടുപിടിക്കലും അവരതിൽ ഇൻട്രസ്റ്റ് ചെയ്യലും പഠിക്കലും. അതിനെ അവർ ഫോസിൽ കളക്ടർ, അവർ പറയുന്നത് വേൾഡ്സ് ബിഗസ്റ്റ് ഫോസിൽ കളക്ടർ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവരാണ് ഇതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയതും ഈ ഒരു കോസ്റ്റ് ലൈൻ, ഈ ഏരിയയെ പോപ്പുലറൈസ് ചെയ്യണതും ഈ ഫോസിൽസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീനെ ഡീപ്പറാക്കി എടുക്കുന്നതും. അങ്ങനെയാണ് ഈ ലൈം റിജസും ചാർമൗത്തും ഒക്കെ ലൈംലൈറ്റിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഈ ജുറാസിക് കോസ്റ്റ് ലൈൻ. അത് കഴിഞ്ഞിട്ട് വർഷങ്ങളൊക്കെ എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷനും അങ്ങനെ കാര്യങ്ങൾ, അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് ഇതായി വരുന്നത്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്ക് അവിടെ കുറേ ഉണ്ട്. ലൈം റിജസിൽ കുറേ മ്യൂസിയംസും മാരി ആനിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് ഇന്നിപ്പോൾ പോകാൻ പറ്റില്ല, സമയവും ഇല്ല, പ്ലസ് പാർക്കിങ്ങും ഇല്ല. അപ്പോൾ അതെന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ല കാഴ്ചകൾ കണ്ട് നമുക്ക് ഇവിടുന്ന് എൻജോയ് ചെയ്ത്, അതെ, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും കാണാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങൾ. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. അപ്പോൾ നമ്മുടെ ജുറാസിക് കോസ്റ്റ് വിസിറ്റ് ഇതോടുകൂടി അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ അവസാനിപ്പിക്കുകയാണ്. ശരിക്കും കാണണമെങ്കിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 3-4 ദിവസമൊക്കെ വേണം, എന്നാലും ശരിക്കും ആസ്വദിച്ച് നല്ല സമയമൊക്കെ എടുത്ത് കാണാൻ പറ്റുള്ളൂ. ഞങ്ങളൊരു ഓട്ടോ പ്രൊഡക്ഷനാണ് നടത്തിയത്. എന്നാലും ഈ ഞങ്ങൾ കാണിച്ച കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ചാൻസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ വരണം. ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കണേ, ഇന്ത്യൻസിന് ഇങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ അങ്ങനത്തെ സൈറ്റ്സിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ വളരെ കുറവ് ആൾക്കാരെ കാണാറുള്ളൂ ഇന്ത്യൻസിന്. അപ്പോൾ ഒരു ചാൻസാണ് നമുക്ക് കാര്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത പല കാര്യങ്ങളും കാണാനും. അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കൂടി കാണാൻ നോക്കുക. ഫോട്ടോഗ്രാഫിക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, അതേപോലെ ഹിസ്റ്ററി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായ പോലെ നമുക്ക് തോന്നാം വേണമെങ്കിൽ. ഈ കേസിൽ ജോഗ്രഫിയും, ജിയോളജി, ജോഗ്രഫി. അപ്പോൾ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടമായി. നിഷ പറഞ്ഞ പോലെ 2-3-4 ദിവസം കൂടി ഇവിടെ നിൽക്കണം എന്നുണ്ട്. പക്ഷേ നാളെ ജോലിക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറയാണ്. താങ്ക്സ് എ ലോട്ട് for watching and hope to see you keep again. watching. ഇനിയും നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വണ്ടർസ്കേപ്സിന്. ബെൽ ഐക്കൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോൾ വീഡിയോ ഇടുന്നോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങളൊന്നും മിസ് ചെയ്യില്ല. അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്. See you later. Bye bye.